കോയുടെ കോവിഡ്-19 ആന്റിവൈറലുകൾ ചൈനയിൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. കൊറോണയുടെ വ്യാപനമോ പുതിയ വൈറസിന്റെ വ്യാപനമോ ഒന്നുമല്ല കാരണം. മനുഷ്യന് നൽകുന്ന ഈ മരുന്ന് പൂച്ചകൾക്കാണ് അവയുടെ ഉടമകൾ നൽകുന്നത്. പൂച്ചകളെ ബാധിക്കുന്ന കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന രോഗത്തിനുള്ള മറുമരുന്നായിട്ടാണ് ഉപയോഗം. ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച. പൂച്ചകളെ ബാധിക്കുന്ന ഫെലൻ ഇൻഫെക്ഷൻസ് പെരിട്ടോണിറ്റിസ് ചികിത്സിക്കുവാനാണ് ആളുകൾ മെർക്കിന്റെ ലാഗെഗ്രിയോ എന്ന മരുന്ന് ഉപയോഗിക്കുന്നത്. പൂച്ചകളെ ബാധിക്കുന്ന എളുപ്പത്തിൽ ചികിത്സ ലഭ്യമല്ലാത്ത മാരക രോഗമാണിത്. പ്രാദേശിക മാധ്യമമായ ജിമിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോവിഡിനെതിരെയുള്ള ആദ്യ ആന്റിവൈറൽ ഗുളികയായിരുന്നു ഇത്. ബ്രിട്ടനാണ് മരുന്നിന് ആദ്യമായി അംഗീകാരം നൽകിയത്. ഇൻസ്റ്റാഗ്രാമിന്റെ ചൈനീസ് പതിപ്പായ സിയാവ ഹോങ്ഷുവിൽ വളർത്തുമൃഗ പ്രേമികളുടെ ചൂടുള്ള ചർച്ചയാണ് ഈ വിഷയം. നിരവധി പേരാണ് ഈ മരുന്ന് അവരുടെ വളർത്തുപൂച്ചയെ എങ്ങനെ രക്ഷിച്ചുവെന്ന് ചർച്ച ചെയ്യുന്നത്. മനുഷ്യർക്കുള്ള കോവിഡ്-19 മരുന്നുകൾ എന്റെ പൂച്ചയുടെ ജീവൻ രക്ഷിച്ചുവെന്നാണ് ഒരു യൂസർ സിയാവ ഹോങ്ഷുവിൽ കുറിച്ചത്. മെർക്കിന്റേതിനു പുറമെ തദ്ദേശീയ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത സമാന മരുന്നുകളും ആളുകൾ ഇതിന് പിന്നാലെ ഉപയോഗിക്കുന്നുണ്ട്. പൂച്ചകളെ ബാധിക്കുന്ന കൊറോണ വൈറസിന്റെ വകഭേദമാണ് ഫെലൈൻ ഇൻഫെക്ഷൻസ് പെരിട്ടോണിറ്റിസ്. വെളുത്ത രക്താണുക്കളെയാണ് വൈറസ് ആദ്യം ബാധിക്കുക. ചികിത്സ നൽകിയില്ലെങ്കിൽ ഈ രോഗം മാരകമാണ്. എന്നാൽ മനുഷ്യരിലേക്കോ മറ്റു വളർത്തുമൃഗങ്ങളിലേക്കോ ഇത് പകരില്ല. അടുത്ത കാലം വരെ ഇതിന് പ്രത്യേക ചികിത്സയൊന്നും ലഭ്യമായിരുന്നില്ല. ചില ആന്റിവൈറൽ മരുന്നുകൾ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അവ വ്യാപകമായി ലഭ്യമല്ല. ഗിലിയഡ് സയൻസ് വികസിപ്പിച്ചെടുത്ത GS441524 അംഗീകാരം ലഭിക്കാത്തതിനാൽ അവ ബ്ലാക്ക് മാർക്കറ്റ് വഴിയാണ് ആളുകൾ വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.